guys, welcome to my YouTube channel The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പാർട്ട് 2 ഓഫ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 100-ൽ പരം വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോരാ, കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മളൊരു പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് 1-നേക്കാളും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടുതൽ ഡീപ്പായിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും നല്ല ഉഷാറായിട്ട് കുറച്ച് ഡീപ്പ് ബ്രെത്ത്സ് ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിരിക്കുക. കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഒരു 100-ൽ കൂടുതൽ വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അതിനു മുമ്പ് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം അടുത്തത് ഏതിൻ്റെ വൺ വേർഡ് ആണ് അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോട്ടോ സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദി ഐ ഈസ് ഡാഷ്. ഫോട്ടോ സെൻസിറ്റീവ് പാർട്ട് അല്ലെങ്കിൽ ലൈറ്റ്സ് ഡിറ്റക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണ്? റെറ്റിന. Triglycerides travel through lymphatic vessels in the form of small particles called dash. എന്ത് രീതിയിലാണ് അല്ലെങ്കിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ലിംഫാറ്റിക് വെസൽസിലൂടെ ട്രാവൽ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ കൈലോമൈക്രോൺസ്. പാരൈറ്റൽ സെൽസ് അല്ലെങ്കിൽ ഓക്സിൻറ്റിക് സെൽസ് സെക്രീറ്റ് ഡാഷ്. പാരൈറ്റൽ സെൽസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓക്സിൻറ്റിക് സെൽസ് എന്ന് പറയുന്നത്. അത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈൽ ഈസ് ഫോംഡ് ഇൻ ഡാഷ്. ബൈൽ എവിടെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഗോൾ ബ്ലാഡർ. ഗ്യാസ്ട്രിക് ജ്യൂസ് ഹാസ് ദ ഫോളോയിങ് എൻസൈം. ഏതൊക്കെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈം എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് പെപ്സിനോജൻ ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം, കുറേ ഉണ്ടല്ലോ. ഡയബറ്റിസ് മെലിറ്റസ് ഈസ് ഡ്യൂ ടു ഡാഷ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡിക്രീസ് ഇൻ ദി ഇൻസുലിൻ ലെവൽ. ഇൻസുലിൻ ലെവൽ കുറയുന്നതുകൊണ്ടാണ് അല്ലേ. ഫാക്ടർ എസെൻഷ്യൽ ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12 ഈസ് ഡാഷ്. വൈറ്റമിൻ B12ൻ്റെ അബ്സോർപ്ഷന് എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? ദാറ്റ് ഈസ് ഇൻട്രിൻസിക് ഫാക്ടർ. പർക്കിൻജെ ഫൈബർ ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ്. പർക്കിൻജെ ഫൈബർ എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഹാർട്ട്, മസിൽസ് അല്ലെങ്കിൽ ഹാർട്ടിലാണ് കാണുന്നത്. ദ സ്മോളസ്റ്റ് ബോൺ ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് ഡാഷ്. സ്റ്റേപ്പസ്. സ്റ്റേപ്പസ് എവിടെയാണ് കാണുന്നത്? കസ്മാലിയസ് സ്റ്റേപ്പസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മിഡിൽ പോർഷനിലാണ് കാണുന്നത് അല്ലേ. വിച്ച് ഡൈജസ്റ്റീവ് എൻസൈം ഈസ് പ്രൊഡ്യൂസ് ഇൻ ദ സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് പാൻക്രിയാസ്. സലൈവറി ഗ്ലാൻഡ്സിലും പാൻക്രിയാസിലും ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് amylase. Amylase is essential for carbohydrates in the digestion അല്ലേ. ആക്ഷൻ ഓഫ് വേഗസ് നെർവ് ഓൺ ഹാർട്ട് ഈസ് ഡാഷ്. വേഗസ് നെർവിൻ്റെ ആക്ടിവിറ്റി ഹാർട്ടിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ടാക്കിക്കാർഡിയ ആണോ ബ്രാഡിക്കാർഡിയ ആണോ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ബ്രാഡിക്കാർഡിയ. അതായത് ഹാർട്ട് ബീറ്റ്സിൻ്റെ ഫാസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദ സെൽസ് അറ്റ് ദ ബേസ് ഓഫ് ദ ഫണ്ടിക് ഓർ ഓക്സിൻറ്റിക് ഗ്ലാൻഡ് ഈസ് ഡാഷ്. ഫണ്ടിക് അല്ലെങ്കിൽ ഓക്സിൻറ്റിക് ഗ്ലാൻഡ്സിൻ്റെ താഴെയുള്ള സെൽസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ചീഫ് സെൽസ്. ഇതൊക്കെ കുറച്ചും കൂടെ ട്വിസ്റ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള നോട്ട്സും കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ദ ലിവേഴ്സ് ഫങ്ഷൻ ഈസ് ഡാഷ്. ലിവറിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? ഒരുപാടുണ്ട്. ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്, ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഉണ്ട്, ബൈൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. Long muscular tube that connects the pharynx with stomach is dash. Esophagus. An organ located near the junction of small intestine and large intestine is appendix. Respiratory center is present in dash. Respiratory center എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് മെഡുല ഒബ്ലോങ്കേറ്റ. അതേസമയം തെർമോറെഗുലേറ്ററി പോയിന്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ്. അനോക്സിയ മോസ്റ്റ് സീരിയസ്ലി എഫക്റ്റ് ഹാർട്ട് ആൻഡ് ഡാഷ്. അനോക്സിയ എന്ന് പറയുന്നത് ഹാർട്ടിനെയും പിന്നെ എവിടെയുമാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ബ്രെയിൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടെയ്ൻ ന്യൂമറസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ഡാഷ്. വില്ലൈ. അതാണ് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പ്രസൻസ് ഓഫ് HCl പെപ്സിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെപ്സിൻ. മെജോറിറ്റി ഓഫ് ദ ഫുഡ് പ്രോഡക്ട്സിൻ്റെ അബ്സോർപ്ഷൻ എവിടെയാണ് നടക്കുന്നതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ജെജുനം. നമുക്കറിയാം ലാർജ് ഇൻറ്റസ്റ്റൈൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് മെജോറിറ്റി ഓഫ് ദ അബ്സോർപ്ഷൻ നടക്കുന്നത്. അവിടെ തന്നെ ജെജുനത്തിലാണ് നടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ മാസ് ഓഫ് ടൂത്ത് സ്ട്രക്ചർ ഈസ് ഡാഷ്. ടൂത്ത് സ്ട്രക്ചറിൻ്റെ മെയിൻ മാസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് പെൻറ്റിൻ. The next question, the crystalline calcium salt that covers the crown of the tooth. ടൂത്തിൻ്റെ ക്രൗണിനെ കവർ ചെയ്യുന്ന ക്രിസ്റ്റലൈൻ പാർട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഇനാമൽ.
കട്ടിംഗ് ടീത്ത് ആർ ഡാഷ്. നമ്മൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസിസറും കെനൈനുമാണ് അല്ലേ. സോ ആൻസറും അത് തന്നെയാണ്. ബ്ലഡ് സപ്ലൈ ടു ദ ടീത്ത് ഈസ് റെഗുലേറ്റഡ് ബൈ ഡാഷ്. ബ്ലഡ് സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നത് ടീത്തിൻ്റെ ഭാഗത്ത് ഏതാണ്? മാക്സിലറി ആർട്ടറി. വിച്ച് സെൽസ് പ്രൊഡ്യൂസ് ഇൻസുലിൻ? ഏത് സെൽസാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബീറ്റ സെൽസ് ഓഫ് ദി പാൻക്രിയാസ്. ഹോൾ ഹ്യൂമൻ ബ്ലഡ് ഈസ് സ്റ്റോർഡ് അറ്റ് ഡാഷ്. അതായത് ഹോൾ ഹ്യൂമൻ ബ്ലഡ് എന്ത് ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 2 to 8 ഡിഗ്രി സെൽഷ്യസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് കൺസേൺഡ് വിത്ത് ബൈൽ ഫോർമേഷൻ? ബൈൽ ഫോർമേഷനുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള സെൽസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കഫറ്റ് സെൽസ് ആണ്. വിച്ച് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് നോൺ ആസ് ആഡംസ് ആപ്പിൾ? ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏത് പാർട്ടാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ലാരിങ്സ്. വാട്ട് ഈസ് ദ നോർമൽ pH ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്? ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ pH എന്താണെന്നാണ് ചോദിക്കുന്നത്. നല്ല രീതിയിൽ അസിഡിക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 7 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഒന്നും എഴുതരുത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ 1.5 to 5.5 വരെയാണ് ഗ്യാസ്ട്രിക് ആസിഡ്സിൻ്റെ pH എന്ന് പറയുന്നത്. പാൻക്രിയാറ്റിക് സെക്രീഷൻ കണ്ടെയ്ൻസ് ഡാഷ്. പാൻക്രിയാറ്റിക് സെക്രീഷനിൽ ട്രിപ്സിനും ലിപ്പേസുമാണ് അടങ്ങിയിട്ടുള്ളത്. കൈമോട്രിപ്സിനോജൻ ഈസ് ആക്ടിവേറ്റഡ് ഇൻ ടു കൈമോട്രിപ്സിൻ ബൈ ഡാഷ്. ബൈൽ സോൾട്ട്. ബൈൽ സോൾട്ട് ആണ് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസൈസ് ഈസ് മൈറ്റോകോൺഡ്രിയ. ദാറ്റ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗ്യാസ്ട്രിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡാഷ്. ഗ്യാസ്ട്രിൻ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് സെൽസ്. ദ ഡെൽറ്റ സെൽസ് ഓഫ് ദി ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ പ്രൊഡ്യൂസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ആൽഫ സെൽസ് എന്ന് പറയുന്നത് ഗ്ലൂക്കഗോണും ബീറ്റ സെൽസ് ഇൻസുലിനും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സെൽസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൊമാറ്റോസ്റ്റാറ്റിൻ. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് സെറിബ്രം. സോ സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡുല ഓബ്ലോംഗേറ്റ ഉണ്ട്. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രം ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രറ്റ് തൈറോക്സിൻ. വിച്ച് ഹോർമോൺ ഇൻഹിബിറ്റ്സ് ദ മൊബിലിറ്റി ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മൊബിലിറ്റീനെ ഇല്ലാതാക്കുന്നത് ഏത് ഹോർമോൺ ആണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സെക്രറ്റിൻ. ടെസ്റ്റോസ്റ്റിറോൺ ഈസ് എ ഡാഷ്. ടെസ്റ്റോസ്റ്റിറോൺ എന്താണ്? ഇറ്റ് ഈസ് എ മെയിൽ സെക്സ് ഹോർമോൺ. പ്രൊജസ്ട്രോൺ ഈസ് എ ഡാഷ്. ഇറ്റ് ഈസ് എ ഫീമെയിൽ സെക്സ് ഹോർമോൺ. സോണ ഗ്ലോമറുലോസ ഓഫ് ദി അഡ്രിനൽ കോർട്ടെക്സ് സെക്രീറ്റ്സ് ഡാഷ്. അതായത് അഡ്രിനൽ കോർട്ടെക്സിലെ സോണ ഗ്ലോമറുലോസ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ മിനറലോ കോർട്ടിക്കോയിഡ്. പാരാതൈറോയിഡ് ഹോർമോൺ കൺട്രോൾസ് ദ മെറ്റബോളിസം ഓഫ് കാൽസ്യം. ഗ്രോത്ത് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. One of the following hormone is not secreted by the adenohypophysis. Adenohypophysis സെക്രറ്റ് ചെയ്യാത്ത ഒരു ഹോർമോൺ എഴുതാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ ഉണ്ട്. അപ്പോൾ സെക്രറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? അതായത് അഡിനോഹൈപ്പോഫൈസിസ് സെക്രറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, പ്രൊലാക്റ്റിൻ ഉണ്ട്, FSH ഉണ്ട്. സെക്രറ്റ് ചെയ്യാത്ത ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്സിറ്റോസിൻ എഴുതാം. അയഡൈസ്ഡ് സോൾട്ട് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ഡാഷ് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ. Decreased parathormone secretion result in dash tetany. Brunner's gland are found in dash. Brunner's gland എവിടെയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോക്രൈൻ ഗ്ലാൻഡ് ഈസ് ഡാഷ്. അപ്പോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് സ്വെറ്റ് ഗ്ലാൻഡ്സിനെയാണ് കേട്ടോ. ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ദി ആൻറ്റി ഡയററ്റിക് ഹോർമോൺ ആക്ട് അറ്റ് ദി ഡാഷ്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും കളക്റ്റീവ് ഡക്റ്റിലുമാണ് ആക്ട് ചെയ്യുന്നത്. ദി ഡിസോർഡർ ഓഫ് ഹൈപ്പോ ഫങ്ഷൻ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് ഈസ് ഡാഷ്. അഡ്രിനൽ കോർട്ടെക്സിൻ്റെ ഹൈപ്പോ ഫങ്ഷൻ, അതായത് ഫങ്ഷൻ കുറയുന്നതിന് നമ്മൾ എന്താണ് ആ കണ്ടീഷനെ പറയുന്നതെന്നാണ്. ദാറ്റ് ഈസ് ആഡിസൺസ് ഡിസീസ്. ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രറ്റ്സ് ഡാഷ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയാണ് സെക്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ FSH. വാട്ട് ഈസ് ദ ബോത്ത് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്? ഏതിനെയാണ് നമ്മൾ ബോത്ത് എൻഡോക്രൈൻ എന്നും എക്സോക്രൈൻ എന്നും പറയുന്നത്? എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതും, അതേസമയം എക്സോക്രൈൻ എന്നും പറയുന്നത് ഏത് ഗ്ലാൻഡിനെയാണ്? പാൻക്രിയാസ്. പ്രൊലോങ്ഡ് ഇസ്കീമിയ ടു എൻ ഓർഗൻ ഓർ ടിഷ്യൂ റിസൾട്ട്സ് ഇൻ ഡാഷ്. ഒരു ഓർഗനിൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൽ പ്രൊലോങ്ഡ് ആയിട്ട് കുറേ സമയമായിട്ട് ഇസ്കീമിയ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ സെൽ ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് അട്രോഫി. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഈസ് ഡാഷ്. ഒരു ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ് വാസോപ്രസിൻ. ഓൾ ദി ഗ്ലാൻഡ് ഇൻ ദ ബോഡി ആർ കൺട്രോൾഡ് ബൈ ഡാഷ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഗ്ലാൻഡിനെയും കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് കേട്ടോ. ഈസ്ട്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഓവറീസ്. മെലാറ്റോണിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിനിയൽ ബോഡി അല്ലെങ്കിൽ പിനിയൽ ഗ്ലാൻഡ് ആണ് അല്ലേ.
Echocardiogram helps a doctor to see the image of dash. Echocardiogram അല്ലെങ്കിൽ ECG എന്തിൻ്റെ ഇമേജ് ആണ്? ഹാർട്ട്. A device used to decrease the heart rate is dash. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആവുന്ന സമയത്ത് ഹാർട്ട് ബീറ്റിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് defibrillator. Which conducts electricity like nerves in the heart? ഹാർട്ടിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് പേസ് മേക്കർ. ദ സൈറ്റ് ഓഫ് മെച്ചുറേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ഈസ് ഡാഷ്. ബ്ലഡ് സെൽസിൻ്റെ മെച്ചുറേഷൻ ബോൺ മാരോയിലാണ് നടക്കുന്നത്. ദ കാർഡിയോ ആക്സിലറേറ്ററി സെൻറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. കാർഡിയോ ആക്സിലറേറ്ററി സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ബ്രെയിനിൽ. ദാറ്റ് ഈസ് മെഡുല. The principal determinant of BP is dash. BP determination എന്താണ് പ്രിൻസിപ്പൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിഫറൽ റെസിസ്റ്റൻസും കാർഡിയാക് ഔട്ട്പുട്ടും ആണ് ആൻസർ. അതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻ ടു കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിഫറൽ റെസിസ്റ്റൻസ് ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ ലങ്സ് ടു ടിഷ്യൂ ബൈ ഡാഷ്. ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. പേഴ്സൺ ഹാവിങ് ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി അഗ്ലൂട്ടിനിൻ ഇൻ ദെയർ സെറം ബിലോങ്സ് ടു ദ ബ്ലഡ് ഗ്രൂപ്പ് ഡാഷ്. അതായത് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റി എയും ആൻറ്റി ബിയും അഗ്ലൂട്ടിനിൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് അഗ്ലൂട്ടിനിൻ എന്താണ്, അഗ്ലൂട്ടിനോജൻ എന്താണെന്ന് അറിയണം. അഗ്ലൂട്ടിനിൻ എന്ന് പറയുന്നത് ആൻറ്റിബോഡിയും അഗ്ലൂട്ടിനോജൻ എന്ന് പറയുന്നത് ആൻറ്റിജനുമാണ്. അപ്പോൾ ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആൻറ്റി എയും ആൻറ്റി ബിയും അടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് O ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ്സ് വളരെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. മുൻപും ചോദിച്ചിട്ടുണ്ട്. വൺ വേർഡ് ആയിട്ട് ചോദിക്കുമ്പോഴും പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് പഠിച്ചു വെക്കണം. And atrioventricular bundle passing through the AV node to the ventricle is dash. That is Purkinje fiber. Chemoreceptor stimulation leads to dash. Chemoreceptor stimulate ചെയ്ത് കഴിഞ്ഞാൽ എന്തിന് കാരണമാവും? Rise in BP. To determine cardiac output by dye dilution method, which is the commonly preferred dye. അതായത് കാർഡിയാക് ഔട്ട്പുട്ടിൽ ഡൈ ഡൈല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഡൈ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഈസ് ഇവാൻസ് ഡൈ. The first sound of heart is mainly due to dash. Closure of AV valve. Okay. A pulse can be detected easily in dash. എവിടെയാണ് നമുക്ക് പൾസ് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? റേഡിയൽ ആർട്ടറി. Death of an area of cardiac tissue because of an interrupted blood supply is dash. Myocardial infarction. Blood pressure is equal to cardiac output into dash. നമ്മൾ നേരത്തെ പറഞ്ഞാണ് പെരിഫറൽ റെസിസ്റ്റൻസ്. If arterial blood pressure is less than 100/80 mmHg, then it is called dash. It is called hypotension. Sympathetic stimulation of the heart would cause dash. Positive bathmotropic effect, positive chronotropic effect, and positive dromotropic effect. Next question. The cardiac output can be determined by dash. Dye dilution method, direct fix principle, റേഡിയോ ഐസോട്ടോപ്പ് മെത്തേഡ്. ഈ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാർഡിയാക് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. പൾമണറി ആർട്ടറി ക്യാരീസ് ഡാഷ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ദി ആർട്ടറി ദാറ്റ് സപ്ലൈസ് ബ്ലഡ് ടു ദ ഹാർട്ട് ഈസ് ഡാഷ് കൊറോണറി ആർട്ടറി. പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് ഈസ് SA node. The innermost covering layer of the heart is endocardium. Innermost എന്ന് പറയുമ്പോൾ എൻഡോ അകത്ത് endocardium. The normal BP of a healthy person is dash. Simple question, 120/80 mmHg. Right side of the heart contains dash. എന്താണ് റൈറ്റ് സൈഡ് ഉള്ളത്? Impure blood. Marker used to measure volume of plasma is dash. Evans blue ആണ് യൂസ് ചെയ്യുന്നത്. Bundle of His is present in dash. Heart. Pacemaker is present in dash. Pacemaker എവിടെയാണുള്ളത്? Right atrium. Reserve pacemaker is dash. AV node. So pacemaker എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SA നോഡും reserve pacemaker എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AV നോഡുമാണ് ആൻസേഴ്സ്. The biggest artery of the body is dash. Aorta. The cardiac output per minute in normal adult is dash. Cardiac output in normal personൽ per minute എത്രയാണ്? 5 liters. The longest vein in the body is dash. Great cephalous vein.
Cardiac output is equal to stroke volume into dash heart rate. Approximate stroke volume is dash. Approximate ആയിട്ടുള്ള stroke volume എന്ന് പറയുന്നത് 70 ml ആണ്. Strongest bone that bears the weight of the body is femur. Disorder of the heart rate of the rhythm is dash. So heart rate inde disorder ഉണ്ടാക്കുന്ന disease എന്ന് പറയുന്നത് cardiac arrhythmia. The artery which supplies the blood to kidney is renal artery. The artery which supplies blood to the tongue is sublingual artery. Left side of the heart contain dash pure blood. So right side എന്ന് പറയുന്നത് impure blood ആണെങ്കിൽ left side തീർച്ചയായിട്ടും pure blood തന്നെ ആയിരിക്കും. The instrument used to record ECG is ഇലക്ട്രോകാർഡിയോഗ്രാം. അങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ കൂടുതൽ ചിന്തിച്ചിട്ട് നമുക്ക് അറിയുന്ന ആൻസറും തെറ്റിക്കേണ്ട കാര്യമില്ല കേട്ടോ. ബൾജിങ് ഓഫ് എൻ ആർട്ടറി ഈസ് ഡാഷ് അന്യൂറിസം. ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് ഈസ് ബ്രാഡികാർഡിയ. Where does glycolysis occur in the cell? Glycolysis എവിടെയാണ് സെല്ലിൽ നടക്കുന്നത്? സൈറ്റോപ്ലാസം. Blood pressure is regulated by all except dash loop of Henle. The property of cardiac muscles to generate its own impulse is dash automaticity. Breathing in and out is collectively referred to as dash respiration. The normal respiratory volume is dash 2500 ml. Loss of which gas during the external respiration maintains normal pH of the body fluids? Carbon dioxide. How many alveoli are present in each lungs? That is 300 million alveoli. Snellen's chart is used for measuring dash vision. സോ അത്രയുമാണ് നമ്മൾ HAP ഡിസ്കസ് ചെയ്യുന്ന വൺ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 2 വീഡിയോയുമായിട്ട് 220-ൽ പരം വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ റേഞ്ചസ് പഠിക്കുക. നമ്മൾ ഒരുപാട് നോർമൽ റേഞ്ച് പഠിക്കുന്നുണ്ട്. കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ, അതുപോലെ ബ്ലഡ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ, പിന്നെ ഒരുപാട് ESR അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറേ പഠിക്കുന്നുണ്ട് നോർമൽ റേഞ്ച്. അതൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൻ്റെ നോർമൽ റേഞ്ച്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. പോസ്റ്റ് പ്രാൻഡിയൽ, HbA1c, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും ഇപ്പോൾ നമ്മുടെ സിസ്റ്റങ്ങളാണ്, ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, കാർഡിയാക് റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനത്തെ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഫിസിയോളജി ഓഫ് ബ്രീത്തിങ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സിസ്റ്റത്തിലെ പാർട്സ് ഉണ്ടല്ലോ, ആ പാർട്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വെച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ബോൺ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും എത്ര ബോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ബോൺസ് ആണ്, എവിടെയൊക്കെയാണ് കാണുന്നത്, ചിലപ്പോൾ ചില ബോൺസ്, ക്രേനിയൽ നെർവ്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഒരുപാട് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ വിട്ട് പോകരുത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ. അതിൽ തന്നെ ക്രേനിയൽ നെർവ്സ് ഉണ്ട്, സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ആൻഡ് ബ്ലഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം അതിൽ നിന്നും വലുതായിട്ട് പഠിക്കാനില്ല, നമ്മൾ നേരത്തെ പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ വിട്ടു പോകരുത്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൽ എന്ന് പറയുന്ന ചാപ്റ്ററും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്ന് വെച്ച് നമ്മളത് തീരെ വായിക്കാതെ പോകരുത്. ചിലപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് അറിയണം. കൂടുതലും വൺ വേർഡ്സ് ഒക്കെയാണ് നമ്മൾ സെല്ല് അല്ലെങ്കിൽ ബ്ലഡ് പോലുള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. എന്നും വെച്ച് നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. സമയം ദോഷം കൊണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ ബ്ലഡിൻ്റെ ആ ഒരു കമ്പോണൻസിനെ കുറിച്ച് അല്ലെങ്കിൽ കോമ്പോസിഷനൊക്കെ ചോദിക്കാവുന്നതാണ്. ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ചില ചാപ്റ്റേഴ്സ് വലുതാണെന്നും പറഞ്ഞിട്ട് അതിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരണമെന്നോ, അല്ലെങ്കിൽ ചെറുതാണെന്നും പറഞ്ഞിട്ട് അതിൽ നിന്നും ഒന്നും വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ട് കളയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം നിങ്ങൾ നന്നായി നോക്കുക, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എക്സാമിന് വരത്തുള്ളൂ. ഡോണ്ട് വറി, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ടെൻഷൻസ് ഒക്കെ കളയുക. ആൻഡ് മുമ്പ് ഞാൻ പറഞ്ഞ രീതിയിൽ എക്സാമിനെ നിങ്ങൾ സമീപിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ എക്സാംസിനെ സമീപിക്കണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ ഇടാം. നിങ്ങൾക്ക് അതും കൂടെ കണ്ട് കുറച്ചും കൂടെ നിങ്ങൾ എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കുക. സോ see you in the next video. Bye bye.